ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 തിങ്കളാഴ്ചയാണ്. നല്ലൊരു ആഴ്ച തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. വാൾസ്ട്രീറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. പക്ഷേ US ഇൻഡെക്സുകൾ കഴിഞ്ഞ ആഴ്ച പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. മാർക്കറ്റുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ഇൻട്രീം ബഡ്ജറ്റ് ഉണ്ട്. FOMC മീറ്റിംഗ് US നിന്നുമുണ്ട്. വലിയ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ആഴ്ചയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നല്ല ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. പക്ഷേ അത് നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. എന്തായാലും എല്ലാ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. മാർക്കറ്റ് ന്യൂസിൽ ആദ്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഇടക്കാല ബഡ്ജറ്റിൽ 4 മുൻഗണനാ ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. ഈ വിഭാഗത്തിൽപ്പെടുന്നത് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, ദരിദ്രർ എന്നിവരാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ മുൻഗണനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാവും ഇനിയുള്ള ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുക. ഹിന്ദു കോളേജിന്റെ 125-ാം വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ. സർക്കാരിന്റെ ശ്രമങ്ങൾ സാമ്പത്തിക സഹായത്തിനപ്പുറം നൈപുണ്യ പരിശീലനത്തിലൂടെ യുവാക്കൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. മറ്റൊരു കാര്യം പറയുന്നത് കർഷകരെ കുറിച്ചാണ്. കർഷകർക്ക് പുതിയ കൃഷിരീതി പരിചയപ്പെടുത്തും. മാത്രമല്ല അവരുടെ ചിലവ് കുറയ്ക്കും. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെച്ചപ്പെട്ട വീട്, വെള്ളം, വൈദ്യുതി, റോഡ് എന്നിവ നൽകും. എന്തായാലും യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, ദരിദ്രർ എന്നിവരെല്ലാം ഈ ബഡ്ജറ്റിൽ ഫോക്കസിൽ വരുമെന്നാണ് ഈ വാർത്ത പറയുന്നത്. പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത ഉൽപാദനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ഫ്രാൻസും സമ്മതിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിലെ സുപ്രധാന സംഭവവികാസമാണിത്. ഇരു രാജ്യങ്ങളും വർഷങ്ങളായി അടുത്ത സഖ്യകക്ഷികളാണ്. ഈ കരാർ അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇനി ഈ ഒരു സഖ്യം ഏതൊക്കെ മേഖലകളിലാണ് എന്ന് നോക്കാം. ബഹിരാകാശ ഗവേഷണം, ആണവോർജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകൾക്ക് ഗുണം ലഭിക്കും. കൂടാതെ ഇത് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കും, തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കും, രാജ്യത്തിന്റെ എയർഫോഴ്സ് വ്യവസായം ഉയർത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും. മറ്റൊരു സുപ്രധാനമായ സംഭവവികാസം, ടാറ്റ ഗ്രൂപ്പും എയർബസും ഒരുമിച്ച് സിവിലിയൻ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനുള്ള കരാർ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ കൊണ്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകൾ കൂടി നോക്കാം. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഈ കരാറിൽ സുപ്രധാനമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ടർ തന്നെയാണ്. അവിടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, മഹീന്ദ്ര എയറോസ്പേസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂക്ലിയർ എനർജി സെഗ്മെന്റിൽ വളരെയധികം ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കരാർ അനുസരിച്ച് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ലാർസൺ ആൻഡ് ടുബ്രോ തുടങ്ങിയ കമ്പനികൾക്ക് ആ സെഗ്മെന്റിൽ ഗുണം ലഭിക്കും. അതുപോലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയ്ക്ക് ഗുണം ലഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ടറിലുള്ള കമ്പനികൾക്കും അതിന്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകളും കമ്പനികളും മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊന്നും ആരും തന്നെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. നിങ്ങൾ കൃത്യമായി പഠിച്ച് മാത്രം സെക്ടറുകളിലും കമ്പനികളിലും ട്രേഡ് എടുക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ഈ ആഴ്ച നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. ഏറ്റവും വലിയ ഇവന്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെയാണ്. ഇന്ത്യയിലെ ഇൻട്രീം ബഡ്ജറ്റ് അന്നാണ് നടക്കുന്നത്. മാത്രമല്ല US ഫെഡറൽ റിസർവ്, അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകളുണ്ട്. മാത്രമല്ല ഒരുപാട് വലിയ കമ്പനികളുടെ റിസൾട്ട് കൂടി വരുന്ന ആഴ്ചയാണ്. ആദ്യം റിസൾട്ടുകളിലേക്ക് തന്നെ വരാം. ജനുവരി 29 തിങ്കളാഴ്ച ITC, NTPC, മാരിക്കോ, ബജാജ് ഫിനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് പെട്രോളിയം, ഗെയിൽ, വോഡാഫോൺ ഇന്ത്യ, അദാനി ഗ്രീൻ, ലേറ്റൻ വ്യൂ, നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, പിരാമൽ എന്റർപ്രൈസസ് എന്നിങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. ചൊവ്വാഴ്ച L&T, ബജാജ് ഫിൻസർവ്, ഡോക്ടർ റെഡ്ഡി, ബജാജ് ഹോൾഡിംഗ്സ്, ബ്ലൂ സ്റ്റാർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കോറമണ്ടൽ എന്റർപ്രൈസസ്, ജില്ലറ്റ് ഇന്ത്യ, KEC ഇന്റർനാഷണൽ, PB ഫിൻടെക്, പിരാമൽ ഫാർമ എന്നിങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. ബുധനാഴ്ച മാരുതി സുസുക്കി, സൺ ഫാർമ, അംബുജ സിമെന്റ്, അമർരാജ ബാറ്ററീസ്, ബാങ്ക് ഓഫ് ബറോഡ, ഡാബർ, ഡിക്സൺ ടെക്നോളജീസ്, GMR എയർപോർട്ട്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, IDFC, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്, മാൻകൈൻഡ് ഫാർമ, മാക്സ് ഹെൽത്ത് കെയർ, PVR ഇനോക്സ്, സുസ്ലോൺ എനർജി എന്നിവയുടെ. വ്യാഴാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ, അതായത് ഫെബ്രുവരി 1-ന് ടൈറ്റാൻ, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ബാറ്റ ഇന്ത്യ, കാസ്ട്രോൾ ഇന്ത്യ, ഇന്ത്യ സിമൻസ്, ഇന്ത്യൻ ഹോട്ടൽസ്, ഡോക്ടർ ലാൽപത് ലാബ്സ്, എംഫസിസ്, റൈമണ്ട് എന്നിങ്ങനെയുള്ള കമ്പനി. വെള്ളിയാഴ്ച ടാറ്റ മോട്ടോഴ്സ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ടൊറൻ ഫാർമ, ഡൽഹി വെറി, LIC ഹൗസിംഗ് ഫിനാൻസ്, UPL, വേൾപൂൾ ഇന്ത്യ എന്നിങ്ങനെയുള്ള കമ്പനികൾ. ശനിയാഴ്ച റിസൾട്ട് വരുന്ന കമ്പനി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അന്ന് ശനിയാഴ്ച തന്നെയാണ് റിസൾട്ട് വരുന്നത്. ഈ ആഴ്ച പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സിലേക്ക് ജനുവരി 30 ചൊവ്വാഴ്ച
യൂറോ ഏരിയ ഫ്ലാഷ് GDP ഡാറ്റ വരുന്നുണ്ട്. US ഹോം പ്രൈസസ് ജോബ് ഓപ്പണിംഗ്സ് ഡാറ്റയും ചൊവ്വാഴ്ചയാണ്. ബുധനാഴ്ചയിലേക്ക് വന്നാൽ ജനുവരി 31 ഇന്ത്യ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റ, ചൈന മാനുഫാക്ചറിംഗ് PMI ഡാറ്റ എന്നിവ വരുന്നുണ്ട്. ഫെബ്രുവരി 1 വ്യാഴാഴ്ച യൂണിയൻ ബഡ്ജറ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് തന്നെയാണ്. അന്ന് തന്നെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. US ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വ്യാഴാഴ്ച തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അന്ന് തന്നെയാണ്. വെള്ളിയാഴ്ച അൺഎംപ്ലോയ്മെന്റ് റേറ്റും നോൺ ഫാം പേറോൾ ഡാറ്റയും വരുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇവന്റ്സ്. അടുത്ത സെഗ്മെന്റിലേക്ക്, നിഫ്റ്റിയിലേക്ക്. 21,352.47% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു വലിയ വോളറ്റൈൽ സെഷനാണ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. മാർക്കറ്റിന്റെ അവസ്ഥ നോക്കിയാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായി അപ്സൈഡിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയി 21,500 മുകളിൽ കടക്കാൻ പാടുപെടുന്ന ഒരു നിഫ്റ്റിയാണ് കണ്ടത്. 21,500 ശക്തമായി ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ 21,700 മുതൽ 21,800 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ 21,520 മുതൽ 21,550 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ്. ഡൗൺ സൈഡിൽ 21,240, 21,220 സോൺ അത് ക്രൂഷ്യൽ തന്നെയാണ്. കാരണം 40-ഡേ മൂവിംഗ് ആവറേജ് കൂടിയുള്ളത് ആ സോണിലാണ്. എന്തായാലും ഫെബ്രുവരി 1 നടക്കാനിരിക്കുന്ന ഇൻട്രീം ബഡ്ജറ്റ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും നമ്മൾ വെള്ളിയാഴ്ച പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ഇവൻറ്റിന് മുന്നോടിയായി ഒരു കൺസോൾട്ടേഷനാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കാം. ഹാങ്ങിങ് മാൻ ക്യാൻഡിലിന് സമാനമായ ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ ഒരു ചെറിയ ലോവർ വിക്കോട് കൂടിയ ലോങ് ബിയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ വീക്ക്ലി ഡാറ്റ നോക്കിയാൽ നിഫ്റ്റി ഏകദേശം 0.47% ഇടിഞ്ഞത്. മന്ത്ലി ഡാറ്റയിലേക്ക് വന്നാൽ 1.74% നിഫ്റ്റി ഇടിഞ്ഞത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 21,300 അതിനുശേഷം 21,350 അതിനുശേഷം 21,400 പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,250 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,300 അതിനുശേഷം 21,000 വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,300 മുതൽ 21,350 സോണാണ്. ഇനി സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,250 മുതൽ 21,300 വരെയുള്ള സോണുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 44,866 0.48% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് 44,500 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇത് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചാൽ ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത് 1.83%. ജനുവരിയിൽ ഇതുവരെ മാത്രം ഏകദേശം 7% ഇടിഞ്ഞു. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി വെറും 1.74% മാത്രമാണ് ഇടിഞ്ഞത്. അവിടെയാണ് ബാങ്ക് നിഫ്റ്റി 7% ഇടിവ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം HDFC ബാങ്കിൻ്റെയൊക്കെ വലിയ ഇടിവാണ് ഇതിലേക്ക് നയിച്ചത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച 10 അതുപോലെ 21 വീക്ക് EMA ഒക്കെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരുന്നു. അപ്സൈഡിൽ 45,500 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 44,000 മുതൽ 43,500 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. ആദ്യം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ സ്ട്രൈക്ക് 44,900 അതിനുശേഷം 45,000 അതിനുശേഷം 44,800 പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 44,500 അതിനുശേഷം 44,800 അതിനുശേഷം 44,400 ഇന്ത്യ വിക്സിലേക്ക് 13.86 എന്ന നിലയിൽ 3.55% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q3 റിസൾട്ടുകൾ. അദാനി പവർ നെറ്റ് പ്രോഫിറ്റിൽ 300% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 2,738 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 8.8 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. റവന്യൂവിലും 67.3% വർധനവുണ്ടായി. 12,991.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ്. നെറ്റ് പ്രോഫിറ്റിൽ 7.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. 549 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 31.8% വർധനവാണുള്ളത്. 4,622 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് ടാറ്റ ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 14.7% വർധനവുണ്ട്. 170.22 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 14.7% തന്നെ വർധനവുണ്ടായിട്ടുണ്ട്. 1,289.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്.
മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം SJVN ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗം ലിമിറ്റഡിൽ നിന്ന് 100 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ടിന്റെ ഒരു പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് അശോക ബിൽഡ്കോൺ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 520 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി കോൾ ഇന്ത്യയാണ്. ഗുജറാത്തിൽ 300 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ടിന്റെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. അടുത്തതായി നമ്മുടെ യൂട്യൂബ് ലൈവ് ആരംഭിക്കുന്നത് രാവിലെ 11:30 മുതൽ 3:30 വരെയാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ലൈവ് കാണാൻ ശ്രമിക്കുക. ഓപ്ഷൻസിലൊക്കെ നല്ല പ്രോഫിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അറിവ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഓപ്ഷൻസിൻ്റെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഓപ്ഷൻ കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കോഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. മാത്രമല്ല രാവിലെ 9 മണി മുതൽ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ, ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. FACT ഇൻട്രാഡേയിൽ 872 എന്ന നിലയിലാണ് നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുത്ത് 908 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നല്ലപോലെ അപ്പായത് സുസ്ലോൺ ആയിരുന്നു. 42 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്ത് 43 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് മോത്തിലാൽ ഹോഷ്വാൽ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. 1560 എന്ന നിലയിൽ ജനുവരി 13 എൻട്രി എടുത്ത സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പായി. 1784 വരെ സ്റ്റോക്ക് അപ്പായി. 1750 ആയിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഏകദേശം 14% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് റൈറ്റ്സ് ആയിരുന്നു. 628 എന്ന നിലയിൽ എൻട്രി എടുത്തു. ജനുവരി 20 നമ്മൾ റൈറ്റ്സിൽ എൻട്രി എടുത്ത സ്റ്റോക്ക് നല്ലപോലെ ഡൗൺ ആയി. പിന്നീട് വലിയ രീതിയിൽ ബൗൺസ് ചെയ്ത് വീണ്ടും തിരിച്ചു വന്നു. 693 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 10% മുകളിൽ പ്രോഫിറ്റ് നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ലഭിച്ചു. F&O സെഗ്മെന്റിലേക്ക് GMR ഇൻഫ്ര 75 CE ആയിരുന്നു പറഞ്ഞത്. 77.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. 79.1 വരെ അന്ന് സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് GMR ഇൻഫ്രയിൽ ലഭിച്ചത്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവർ ആയിരുന്നു. 350 CE ജനുവരി 24 പറയുന്നത്. 355 എന്ന നിലയിൽ എൻട്രി എടുത്തു. 361 ആയിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. സ്റ്റോക്ക് 366.7 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത്. ഇപ്പോൾ ഹോൾഡിങ്ങിലുള്ള മറ്റൊരു സ്റ്റോക്ക് കൂടി നോക്കാം. ടാറ്റ പവർ 360 CE ആയിരുന്നു പറഞ്ഞത്. 363.6 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. സ്റ്റോക്ക് ഇപ്പോൾ പ്രോഫിറ്റിൽ തന്നെയാണ്, ഹോൾഡിങ്ങിലാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDI ആക്ടിവിറ്റിയാണ്. FIS 2144 കോടി രൂപയ്ക്കാണ് വ്യാഴാഴ്ച സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3474 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS വീണ്ടും സെല്ലിങ്ങിൽ തന്നെയാണ് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.14% ഉയർന്നും, നാസ്ഡാക്ക് 0.41% ഇടിഞ്ഞും, S&P 500 0.09% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. US-ൽ 4ാം പാദത്തിലെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നു. കോർ ഇൻഫ്ലേഷൻ വാർഷികാടിസ്ഥാനത്തിൽ സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. പ്രൈസുകൾ കൂൾ ഡൗൺ ആകുന്നു എന്നും അവിടെ കാണാം. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച US-ലെ 3 ഇൻഡെക്സുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ടെസ്ല, ഇന്റൽ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് വലിയൊരു റാലി മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. വരുന്ന ആഴ്ച മാർക്കറ്റുകളെ സംബന്ധിച്ച് തിരക്കേറിയ ഒരാഴ്ച തന്നെയാണ്. ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ് S&P 500-ലെ 19% കമ്പനികളുടെയും റിസൾട്ടും വരുന്നുണ്ട്. മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, മെറ്റ, ആമസോൺ, ആൽഫബറ്റ് തുടങ്ങിയ വലിയ ടെക് സ്റ്റോക്കുകളുടെ റിസൾട്ടും ഈ ആഴ്ച തന്നെയാണ്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡിൽ ഇൻഫോസിസ് ADR 0.70% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 0.09% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.30% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 0.06%, ആക്സിസ് ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.20% ഇടിഞ്ഞും, S&P 500 0.18% ഇടിഞ്ഞും, നാസ്ഡാക്ക് 0.12% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ
ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ FTSE UK മാർക്കറ്റ് 1.40% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. CSE മാർക്കറ്റ് 2.28% ഉയർന്നും. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.32% ഉയർന്നുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത് 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.1% ഉയർന്നത്. ഹൗസ് ഹോൾഡ് സ്റ്റോക്കുകൾ 5.2% ഉയർന്നു. ടെക് സ്റ്റോക്കുകൾ 0.7% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നു. റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല. അവിടെ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത കൽപ്പിക്കുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. ഡാക്സ് 0.18% ഇടിവിലും, CSE 0.08% ഇടിവിലും, FTSE 0.13% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ 2024 US ഫെഡറൽ റിസർവിൻ്റെ ആദ്യ MPC മീറ്റിംഗും ഇന്ത്യയുടെ ഇൻട്രീം ബഡ്ജറ്റും ചൈനയിൽ നിന്നുമുള്ള ഫാക്ടറി ആക്ടിവിറ്റിയും ഓസ്ട്രേലിയയിൽ നിന്ന് ഫോർത്ത് ക്വാർട്ടർ ഇൻഫ്ലേഷൻ ഡാറ്റയും എന്നിവ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,635 0.44% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 110 മുതൽ 120 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.77% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.31% ഉയർന്നും. കോസ്പി മാർക്കറ്റ് 1.12% ഉയർന്നും. സിംഗപ്പൂർ മാർക്കറ്റ് 0.04% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ പ്രമുഖ രാജ്യങ്ങളിൽ നിന്നുമുള്ള പോസിറ്റീവായ സാമ്പത്തിക വാർത്തകൾ ക്രൂഡ് ഡിമാൻഡിന് കൂടുതൽ ശക്തി പകർന്നു. ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. സെപ്റ്റംബർ 1 ശേഷമുള്ള മികച്ച ആഴ്ചയായിരുന്നു WTI, ബ്രന്റ് എന്നിവയ്ക്കുണ്ടായത്. WTI 6.27% കഴിഞ്ഞ ആഴ്ച മാത്രം ഉയർന്നത്. ബ്രന്റ് 6% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $83.19 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.29% ഉയർന്നാണ് ഇപ്പോൾ ഉള്ളത്. WTI ഉള്ളത് 78.28 എന്ന നിലയിൽ 0.35% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും മാത്രമല്ല മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസും മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.